സജ്ജനങ്ങളെ നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി 12-ാം ദിവസത്തെ ലഘു പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സുമിത്രയുടെ ഉപദേശം, ലക്ഷ്മണനോടുള്ള ഉപദേശം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞു, ശ്രീരാമൻ ലക്ഷ്മണന് കൊടുത്ത ഉപദേശം 100% ലക്ഷ്മണൻ ഉൾക്കൊണ്ടു. ഒപ്പം സുമിത്രയുടെ ഒരു നിർദ്ദേശവും, എങ്ങനെയായിരിക്കണം നീ വനത്തിൽ എന്നുള്ളത്, ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ലക്ഷ്മണൻ അവരോടൊപ്പം വനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വനത്തിലേക്ക് പോകുമ്പോൾ സുമന്ത്രയുടെ തേരിലാണ് പോകുന്നത്. ഗംഗാതടത്തിലെത്തി അവിടെ വെച്ച് ഗുഹനുമായിട്ട് സംഗമിക്കുന്നുണ്ട്. അന്ന് രാത്രിയിൽ അവിടെ ഒരു ശിംശപാവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ കഴിയുന്നത്. അന്ന് രാത്രിയിൽ ആ വൃക്ഷമൂലത്തിൽ സീതാദേവിയും രാമനും ഒക്കെ വെറും നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ ഗുഹന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ആ സമയത്ത് ഗുഹൻ ലക്ഷ്മണനോടായിട്ട് പറയുന്നു, ലക്ഷ്മണനും ഗുഹനുമാണ് അന്ന് രാത്രിയിൽ ഉറക്കമിളച്ച് ഇരിക്കുന്നത്. ഈ കാഴ്ച കാണാൻ എനിക്ക് കഴിയുന്നില്ല. കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ കിടക്കേണ്ട രാമനും സീതയുമൊക്കെ ഈ മരത്തിൻ്റെ മൂലത്തിൽ, അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. ഇതിനൊക്കെ കാരണഭൂതയായിട്ടുള്ളത് ആ കൈകേയിയാണ്. ആ മന്ധരയുടെ പ്രേരണ കൊണ്ട് ഇത്തരത്തിലൊരു മഹാപാപം ആ കൈകേയി ആചരിച്ചല്ലോ എന്നൊക്കെ ഗുഹൻ പറയുന്നു. നോക്കുക, ലക്ഷ്മണോപദേശത്തിൽ ലക്ഷ്മണൻ ഇത്തരത്തിൽ വിഷമിക്കുകയും ക്രോധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ശ്രീരാമൻ ഉപദേശിച്ചു. ഇവിടെ ഗുഹൻ ഇത്തരത്തിൽ പറയുമ്പോൾ ഉറക്കളച്ചിരിക്കുന്ന ലക്ഷ്മണൻ ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന ഗുഹനോട് വളരെ വലിയ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അല്ലേ? നമ്മൾ ഏതൊരു കാര്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വലിയ വിഷമം ഉണ്ടാവില്ല. രാമായണം നിരന്തരം വായിച്ച് രാമായണത്തിലെ തത്വങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടാൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വിഷമമില്ല എന്ന് മാത്രമല്ല, നമുക്ക് അതിൽ അസ്വസ്ഥതയോ അരോചകത്വമോ ഒന്നും തോന്നുകയില്ല. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ ലക്ഷ്മണൻ നോക്കുക, ഗുഹനോട് എന്താ പറയുന്നേ? എന്താ പറയുന്നേ? ഭദ്രമതേ ശൃണു മദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. അങ്ങ് എൻ്റെ വാക്കുകൾ കേട്ടാലും. എപ്രകാരമാണ് ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞത്? വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. അതുപോലെയാ പറയുന്നത്. ഭദ്രമതേ ശൃണു, കേട്ടാലും മധുവചനം, എൻ്റെ വചനങ്ങൾ അങ്ങ് കേട്ടാലും എന്ന് ഗുഹനോട് പറയുന്നു. എന്നിട്ട് പറയുന്നു, കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുസഖേ. എന്താണ് ഈ 3 ലോകത്തിലും ദുഃഖത്തിന് കാരണമായിട്ടുള്ളത്? എന്താണ് ഈ 3 ലോകത്തിലും സുഖത്തിന് കാരണമായിട്ടുള്ളത്? എന്താ? പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാകുന്നതിന് കാരണം പൂർവജന്മാർജിത കർമ്മമാണ്. മുൻജന്മത്തിൽ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം ഫലം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുവതിന് ആരും ഉൾക്കാമ്പിലോർത്തു കണ്ടാൽ ഇല്ല നിർണയം. ദുഃഖമോ സുഖമോ ദാനം ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇപ്പം ഞാൻ എൻ്റെ വയറ്റിൽ പിടിക്കാതെ വല്ലതും കഴിച്ചാൽ ഞാൻ തന്നെ വയറ്റുവേദന അനുഭവിക്കണം.
മറ്റൊരാൾ എങ്ങനത് അനുഭവിക്കാൻ പറ്റും? പറ്റില്ല. എൻ്റെ കാല് മുറിഞ്ഞാൽ എൻ്റെ കാലിൽ നിന്നേ ചോര വരൂ, മറ്റുള്ളവരുടെ കാലിൽ നിന്ന് വരില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറയുമ്പോഴും നമ്മുടെ സുഖമോ ദുഃഖമോ ഒന്നും പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും എന്നതിനപ്പുറത്തേക്ക് അത് പങ്കുവയ്ക്കാനൊന്നും കഴിയില്ല. എന്നിട്ട് പറയുന്നു, ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവ് ഇതി വൃഥാ തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. അപ്പോ ചിലര് കാരണമാണ് എനിക്ക് സുഖമുണ്ടാകുന്നത്, ചിലര് കാരണമാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. ഇങ്ങനെയൊക്കെ പറയുന്നത് അജ്ഞാനികളാണ്. അവനവൻ്റെ സുഖത്തിന് കാരണം അവനവൻ തന്നെയാണ്, അവനവൻ്റെ ദുഃഖത്തിന് കാരണം അവനവൻ തന്നെയാണ്. അല്ലേ? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്താ? ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. നമ്മളെ ഉദ്ധരിക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മളെ ക്ഷീണിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളെ ക്ഷീണിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉദ്ധരിക്കുന്നത് നമ്മൾ തന്നെ, നമ്മളെ നശിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ്. മറ്റൊരാളിനെ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല. അവൻ കാരണമാണ് ഞാൻ നശിച്ചു പോയത് എന്നൊന്നും പറയണ്ട. നമ്മൾ നശിച്ചെങ്കിൽ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ നന്നായെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ശത്രു ആരാണ്? നമ്മൾ തന്നെയാണ്. അല്ലേ? ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന ആത്മ ഏവ ഹി ആത്മനഃ ബന്ധു. അവനവന്റെ ശത്രു അല്ല ബന്ധു അവനവൻ തന്നെയാണ്. ആത്മൈവ രിപുരാത്മന ആത്മ ഏവ രിപുഹു ആത്മന. അവനവന്റെ ശത്രുവും അവനവൻ തന്നെയാണ്. ഇത് ഭഗവത്ഗീതയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ലക്ഷ്മണൻ ഗുഹനോട് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും മറ്റുള്ളവരാണ് എൻ്റെ സുഖത്തിന് കാരണം, മറ്റൊരാളാണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് ചിന്തിക്കുന്നവർ അജ്ഞാനികളാണ്. ബുധന്മാർക്ക് അങ്ങനെ തോന്നില്ല, ബുദ്ധിമാന്മാർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് ഗുഹനോട് പറയുന്നു. അപ്പൊ ശ്രീരാമന് ഇങ്ങനെ സംഭവിച്ചു എങ്കിൽ ശ്രീരാമൻ ആണ് അതിന് കാരണം. ലക്ഷ്മണന് ഇങ്ങനെ കാട്ടിൽ വന്നതിന് കാരണം ലക്ഷ്മണൻ തന്നെയാണ്, മറ്റൊരാളല്ല. പിന്നെ ഞാനിതി നിന്ന് കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. എല്ലാത്തിനും കർത്താവ് ഞാനാണ്, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊക്കെയുള്ള ചിന്ത വെറുതെയാണ്. അപ്പോ സ്വന്തം കർമ്മങ്ങള് ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. എല്ലാം അവനവൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്, മറ്റൊരാളിനെ ഒന്നും പറയണ്ട. ദുഃഖം സുഖം നിജ കർമ്മവശാഗതം ഒക്കെ എന്നുൾക്കാമ്പുകൊണ്ട് നനച്ച് അതിൽ യഥാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ച് അതിസ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലക്ഷ്മണൻ ഇവിടെ പറയുന്നത്. ഒരിക്കലും നമ്മൾ സുഖത്തിന് ആഗ്രഹിക്കരുത്. എന്നാൽ സുഖം വിധിവശാൽ കിട്ടിയാൽ അത് ഒഴിവാക്കുകയും വേണ്ട. അതാണ് ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. നമുക്ക് സുഖം കിട്ടുന്നത് വിധിവശാലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? ആ സുഖത്തെ ഉപേക്ഷിക്കുകയും വേണ്ട. എന്നാൽ സുഖത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് ഇരിക്കുകയും ചെയ്യരുത്. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യം ഉൽപ്പന്നം വിധിവിഹിതം സഖി. മർത്യദേഹം എന്ന് പറയുന്നത് പുണ്യപാപങ്ങളാൽ സമ്മിശ്രമായിട്ടുള്ളതാണ്. സൗഖ്യ സുഖങ്ങള് സൗഖ്യ ദുഃഖങ്ങള് സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ഇപ്പൊ നമ്മുടെ സുഖത്തെ ഇല്ലാതെയാക്കാൻ ദേവന്മാർക്ക് പോലും കഴിയില്ല. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ ദേവന്മാർക്ക് പോലും കഴിയില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ദിനരാത്രങ്ങൾ പോലെയാണ്, പകലും രാത്രിയും പോലെയാണ് സുഖവും ദുഃഖവും നമുക്ക് വന്നുകൂടുന്നത്. ദുഃഖത്തിന് ഇടയിൽ നമുക്ക് ചിലപ്പോൾ സുഖം വരും, അതുപോലെ സുഖത്തിനിടയിൽ ദുഃഖവും വരും.
ഇത് രണ്ടും അന്യോന്യ സംയുക്തമായി ഏവനുമുണ്ട് ജലപങ്കം എന്ന പോലെ സഖേ. അല്ലേ? വെള്ളത്തില് ചെളി കിടക്കുന്നത് പോലെ എല്ലാവർക്കും എന്തുണ്ട്? സുഖവും ദുഃഖവും ഒരുപോലെ തന്നെയുണ്ട്. ആകയാൽ എന്തു വേണം? ധൈര്യപൂർവം വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ബുദ്ധിമാന്മാരായിട്ടുള്ളവര്, പണ്ഡിതന്മാരായിട്ടുള്ളവര്, അറിവുള്ളവര് ഈ സുഖത്തെയും ദുഃഖത്തെയും അടുപ്പിക്കത്തില്ല, രണ്ടിനെയും മാറ്റി നിർത്തും. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടം അല്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബുധജനം. ബുദ്ധിമാന്മാര് നമുക്ക് ഇഷ്ടമുള്ളത് സംഭവിക്കുമ്പോഴും ഇഷ്ടമില്ലാത്തത് സംഭവിക്കുമ്പോഴും, അല്ലെങ്കിൽ സുഖം അനുഭവിക്കുമ്പോഴും ദുഃഖം അനുഭവിക്കുമ്പോഴും ചൂടനുഭവിക്കുമ്പോഴും തണുപ്പ് അനുഭവിക്കുമ്പോഴും എല്ലാം എങ്ങനെയാണ്? സന്തോഷത്തോടു കൂടി കഴിയും, ആനന്ദത്തോടു കൂടി കഴിയും. ആര്? ബുദ്ധിമാന്മാര്. കാരണം ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ് എന്ന ചിന്തയോടുകൂടി. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഉപദേശമാണ് ലക്ഷ്മണൻ ആർക്ക് കൊടുക്കുന്നത്? ഗുഹന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ മഹത്തായ ഉപദേശങ്ങൾ. നമ്മൾ ലക്ഷ്മണോപദേശം ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ്. പക്ഷേ ലക്ഷ്മണൻ ഗുഹന് കൊടുക്കുന്ന ഉപദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. കാരണം ശ്രീരാമനിൽ നിന്ന് എന്തെല്ലാം കിട്ടിയോ അതെല്ലാം തൻ്റേതായ ശൈലിയിൽ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുക. നമ്മുടെ ആർഷഭാരത സംസ്കാരം തന്നെ അങ്ങനെയാണ്. നമ്മുടെ ഗുരുജനങ്ങളിൽ നിന്ന്, ആചാര്യന്മാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മുടേതായ ഭാഷയിൽ, നമ്മുടേതായ കാഴ്ചപ്പാടിൽ ഒട്ടും അതിൻ്റെ ഗൗരവം ചോരാതെ, അതിൻ്റെ ആശയങ്ങൾക്ക് ചോർച്ച സംഭവിക്കാതെ മറ്റുള്ളവർക്ക് നമ്മുടേതായ ശൈലിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരും കർക്കിടക മാസം കഴിഞ്ഞാലും രാമായണം വായിക്കുകയും അതിലെ സാരാംശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള വേദികളുണ്ടാക്കി അവിടെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഒന്നും പ്രതീക്ഷിക്കാതെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇതിൻ്റെ സാരാംശത്തെ പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ ഈ ഒരു രാമായണത്തിൻ്റെ കാലിക പ്രസക്തി ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും തുടരും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. നമസ്തേ.